ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നട്ടലിനുണ്ടാകുന്ന ക്ഷതം, ഫ്രാക്ചർ അഥവാ എല്ലിൻ്റെ പൊട്ടലുകളെ കുറിച്ചാണ്. നട്ടിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ 30-ലധികം കശേരുക്കളുണ്ട് നട്ടലിന്. അത് കഴുത്ത് മുതൽ അരക്കെട്ട് വരെ നീണ്ടു നിൽക്കുന്നതാണ്. അപ്പോൾ ഇതിനെ വ്യത്യസ്ത ഭാഗങ്ങളായി തരംതിരിച്ചിട്ടുണ്ട്. സെർവൈക്കൽ, തൊറാസിക്, ലംബാർ, സേക്രൽ. സെർവൈക്കൽ എന്ന് പറയുമ്പോൾ കഴുത്തിലെ കശേരുക്കൾ, തൊറാസിക് എന്ന് പറയുമ്പോൾ പുറത്തിൻ്റെ മേൽഭാഗത്തെ നടുഭാഗത്തെയും കശേരുക്കൾ, അതിനുശേഷം ലംബാർ, സേക്രൽ. ഏകദേശം അരക്കെട്ട് വരെ നീണ്ടു നിൽക്കുന്ന എല്ലുകളുടെ ഒരു കൂട്ടമാണ് നട്ടൽ എന്ന് പറയുന്നത്. അപ്പോൾ നട്ടലിന് ഉണ്ടാകുന്ന ക്ഷതം അഥവാ പൊട്ടൽ പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. ഏതൊരു എല്ലിനും പൊട്ടലുണ്ടാകുന്ന പോലെ നട്ടലിനും പൊട്ടലുന്ന വീഴ്ച മൂലമോ ഒരുപക്ഷെ ചില മർദ്ദനം മൂലമോ അങ്ങനെ ട്രോമാറ്റിക് ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് നട്ടലിന് ഏത് ഭാഗത്ത് വേണമെങ്കിലും കശേരുക്കൾക്ക് ക്ഷതം അഥവാ പൊട്ടൽ ഒരു ഫ്രാക്ചർ ഉണ്ടാവാം. രണ്ടാമത്തത് ക്യാൻസർ രോഗികൾക്ക് ഒന്നുകിൽ മറ്റ് അവയവങ്ങളിൽ നിന്ന് പടരുന്ന ക്യാൻസർ അല്ലെങ്കിൽ നട്ടലിനെ മാത്രം ബാധിക്കുന്ന ക്യാൻസറുകൾ മൂലം എല്ലിന് ക്ഷതം സംഭവിക്കുകയോ അല്ലെങ്കിൽ എല്ലുകൾ ദ്രവിച്ചു പോവുകയോ അതുമൂലം പൊട്ടൽ അഥവാ ഫ്രാക്ചർ ഉണ്ടാവുകയോ നമ്മൾ കണ്ടുവരാറുണ്ട്. മറ്റൊന്ന്, പ്രായം കൂടിയ ആൾക്കാർ, കൂടുതലും സ്ത്രീകൾ, ഓസ്റ്റിയോപൊറോസിസ്, അതായത് കാൽഷ്യത്തിൻ്റെയും വിറ്റാമിൻ്റെയും അതുപോലെ എല്ലിന് ബലം കൊടുക്കുന്ന പോഷകങ്ങളുടെ കുറവ് മൂലമോ മറ്റോ ഓസ്റ്റിയോപൊറോട്ടിക് ഫ്രാക്ചറുകൾ, വളരെ ചെറിയ ക്ഷതങ്ങളോ ഒരു വളരെ മൈന്യൂട്ടായിട്ടുള്ള വീഴ്ചകളോ മൂലമോ ഇതൊന്നും ഇല്ലാതെ പോലുമോ നടത്തത്തിൻ്റെ ഒരു രീതി കൊണ്ടോ മറ്റും ഫ്രാക്ചറുകൾ ഉണ്ടാവാറുണ്ട്. നട്ടലിന് ഏത് ഭാഗത്ത് വേണമെങ്കിലും പൊട്ടലുണ്ടാവാം.